കാസർഗോട്ടേക്കാണ് പോകുന്നത്. തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. നീലേശ്വരം, അതേപോലെ പാലായി, ചെറുവത്തൂർ, വെള്ളാട്ട് പ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുടുംബങ്ങളെ രാത്രി തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കർണാടക വനമേഖലയിൽ ശക്തമായ മഴ തുടർന്നാൽ ജലനിരപ്പ് ഇനിയും ഉയർന്നേക്കും. വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. രതീഷ് വാസുവിന് വിവരങ്ങളുമായി ചേർന്നു. രതീഷ്, ഈ ആശ്വാസകരമായി പറയാവുന്ന കാര്യം, ആളുകൾക്കൊന്നും പ്രശ്നമില്ല, എല്ലാവരും സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നാശം അതീവ ഗുരുതരമാണ്. കാരണം ഒരു വീടിന്റെ പകുതി മുക്കാലോളം വെള്ളത്തിനടിയിലാണ്. സേതു സൂചിപ്പിച്ച പോലെ ആർക്കും അപകടമില്ല. കാരണം കഴിഞ്ഞ ദിവസം പ്രദേശത്തൊക്കെ വലിയ കനത്ത മഴയായിരുന്നു. ഈ കർണാടക ഭാഗത്ത് വനങ്ങളിൽ പെയ്യുന്ന മഴയാണ് ഇത്തരത്തിൽ ഈ തേജസ്വിനിപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത രാത്രിയിൽ ഉൾപ്പെടെ പെയ്ത കനത്ത മഴയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പുഴ കരകവിയാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. മാത്രമല്ല, വീടുകളിലൊക്കെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി, തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി, റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഇത്തരം വെള്ളം കയറാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ സുരക്ഷിതരാണ്. എന്തായാലും വെള്ളം ഇപ്പോൾ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട്, കുക്കോട്ട്, കയ്യൂര്, ചെറിയാക്കര, ഒലിയന്നൂർ, നീലേശ്വരം പഞ്ചായത്തിലെയും കരിന്തളം പഞ്ചായത്തിലെയും ഒക്കെ ഭാഗങ്ങളായ ചാത്തോത്ത്, പാലായി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത്. എന്തായാലും വെള്ളം ഇറങ്ങുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ കനത്ത മഴ ഇനിയും കർണാടക വനമേഖലകളിൽ തുടർന്നാൽ അല്പം ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മുൻകരുതലുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക സർക്കാരുകളും പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെങ്കിലും മഴ കനത്താൽ ആശങ്കയുണ്ട്. ഇത് എത്ര വീടുകളുണ്ട് ഈ പ്രദേശത്ത്? എത്ര വീടുകളുണ്ട്? അതായത് തേജസ്വിനിപ്പുഴയുടെ ഇരുവശത്തുമായി, അതായത് ചീമേനി പഞ്ചായത്ത്, അതുപോലെ തന്നെ നീലേശ്വരം പഞ്ചായത്ത്, ഇരുകരകളുമായിട്ടുള്ള ഒരു 40ഓളം വീടുകളിലാണ്, ഈ തീരത്തോട് ചേർന്ന ഭാഗങ്ങളിലാണ് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. അവരെല്ലാം തന്നെ ബന്ധുവീടുകളിലേക്കും മറ്റിടങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഉയരുന്ന സാഹചര്യം മുന്നിൽ കണ്ട് അത്തരം ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല. പലപ്പോഴായി ഇത്തരം വെള്ളം കയറുന്ന സമയത്ത് ഈ വീടുകളിലൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് അത് അത്തരം ഒരു അലോസരം ഉണ്ടാക്കിയില്ല. മാത്രമല്ല, അപകടം ഉണ്ടാകുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ റോഡുകളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മറ്റ് സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ശരി രതീഷ്, ശരി. ഇപ്പൊ കാസർഗോട്ടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കർണാടക വനമേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ വലിയ വെള്ളപ്പൊക്കം. എല്ലാവരെയും സേഫായിട്ട് ഒരു കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.